നോക്കൂ, നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെതായ ജീവിത വീക്ഷണം അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതയാത്ര ആത്യന്തികമായ ദുഃഖനിവൃത്തി അല്ലെങ്കിൽ നിരതിശയമായ സുഖപ്രാപ്തി എന്നുള്ളതിലേക്കാണ്. ആത്യന്തികമായ ദുഃഖനിവൃത്തി അല്ലെങ്കിൽ നിരതിശയമായ സുഖപ്രാപ്തി. അതിന് നമ്മൾ പറയുന്ന പേരാണ് മോക്ഷം എന്നുള്ളത്. മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ച ശേഷമുള്ള എന്തോ പോക്കല്ല, മരിച്ച ശേഷം കിട്ടുന്നതല്ല, വേറെ ഏതെങ്കിലും ലോകത്തിൽ പോകുന്നതല്ല, മറിച്ച് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുമുള്ള ആത്യന്തിക നിവൃത്തിയാണ്, നിരതിശയമായ സുഖപ്രാപ്തിയാണ്. ഈ മോക്ഷത്തിലേക്ക് നമുക്കുള്ള മാർഗം ആ നിലയ്ക്കാണ് ധർമ്മത്തെ ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആചാര്യന്മാർ പറയാറുണ്ട്, ധർമ്മബ്രഹ്മണി വേദൈക വേദ്യേ എന്ന്. ധർമ്മമാകുന്ന മാർഗം, ബ്രഹ്മസാക്ഷാത്കാരമാകുന്ന ലക്ഷ്യം, ഇത് രണ്ടും വേദത്തിലൂടെ അറിയപ്പെടേണ്ടതാണെന്ന് ശ്രദ്ധിക്കുക. ആ ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ച ധർമ്മതത്വങ്ങളെ മുഴുവൻ സമാവാഹിച്ചുകൊണ്ട് എന്താണ് ധർമ്മം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ നിർവചിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ നേരത്തെ പറഞ്ഞ വാക്കിലൂടെ ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ജഗതഃ സ്ഥിതി കാരണം. ഈ ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണമാണ് ധർമ്മം. അതിൻ്റെ ഒരു വശം നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ ഘടകങ്ങളും അതതിൻ്റെ ധർമ്മം പുലർത്തുമ്പോഴാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. നോക്കൂ, ഒരു അണു കണത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ, അധികം ആഴത്തിലൊന്നും പോകുന്നില്ല എങ്കിലും ചെറിയൊരൊറ്റ വാക്ക് പറയട്ടെ, അതിൻ്റെ ഇലക്ട്രോണുകളുടെ വിന്യാസക്രമത്തിൽ ചെറിയൊരന്തരം വന്നാൽ മതി, ഇപ്പം നമ്മൾ 1 ഏക്കർ ഭൂമി എന്ന് പറയണത് ചിലപ്പോൾ ഒരു മൊട്ടസൂചിയുടെ അറ്റം പോലെ ആവാം. ഇപ്പം നമ്മളൊരു മൊട്ടസൂചിയുടെ അഗ്രം എന്ന് പറയുന്നത് 1 ഏക്കറോ 2 ഏക്കറോ ആയി വിസ്തൃതമാക്കാം. ഇതൊരു ആറ്റമിക് സ്ട്രക്ചർ. ഒരു പദാർത്ഥം ആ പദാർത്ഥമായി ഇരിക്കുന്നത് അത്ഭുതകരമായ ഈ വ്യവസ്ഥയാലാണ്. ചിന്തിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അപ്പോൾ ഓരോന്നും അതിൻ്റെ തനത് ഭാവത്തിൽ, അഗ്നിയുടെ ധർമ്മത്തിൽ, ജലം ജലത്തിൻ്റെ ധർമ്മത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രപഞ്ചം നിലനിൽക്കും. അതാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം നോക്കൂ, ജഗതഃ സ്ഥിതി കാരണം. ഈ ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണമാണ് ധർമ്മം എന്ന് പറയുമ്പോൾ മറ്റൊരു ദൃഷ്ടിയിൽ കൂടി നമുക്ക് ആലോചിക്കാം. അതെന്താ? അപ്പം നമ്മളോട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ ജീവിക്കുന്നേ? ഒരാൾ ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ, എന്തായിരിക്കും മറുപടി? നമ്മളോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചോളൂ, എന്തിനാ ജീവിക്കണേ? എങ്ങനെയാ ജീവിക്കണമെന്ന് അധികം ആൾക്കാരും ചിന്തിക്കാറുണ്ട് കേട്ടോ. എങ്ങനെ അവനെ പോലെയാവും, എങ്ങനെ അവളെ പോലെയാവും, എങ്ങനെയാ ജീവിക്കുക, എങ്ങനെയാ ദിവസം കഴിച്ചു കൂട്ടുക ഒക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ എന്തിനാ ജീവിക്കണം എത്ര പേര് ആലോചിച്ചിട്ടുണ്ട്? എന്തിനാ ജീവിക്കണേ? പലരും പല മറുപടിയും പറയും, പല മറുപടികളാ പറയാ. ഒന്നിലേക്ക് തർക്കത്തിലേക്കൊന്നും നമ്മളില്ല. ചിലർ പറയും മോക്ഷത്തിനാണ്, ചിലർ പറയും സ്വർഗത്തിനാണ്, ചില വൈഷ്ണവന്മാർ പറയും വൈകുണ്ഠം കിട്ടാനാണ്, ചില ശൈവന്മാർ പറയും കൈലാസം കിട്ടാനാണ്. ഇങ്ങനെയൊക്കെ തമ്മിലടി തീരില്ല. ചിലർ അപ്പോഴത്തേക്ക് നിത്യസ്വർഗം പറയുന്ന ആൾക്കാരുണ്ട്. പല ജാതി ലക്ഷ്യങ്ങൾ പറയും, പല അഭിപ്രായങ്ങൾ വരും. അത് ഏത് അഭിപ്രായം നിങ്ങൾ പറഞ്ഞാലും ഖണ്ഡിക്കാൻ പറ്റും. ഏത് അഭിപ്രായം പറഞ്ഞാലും ഖണ്ഡിക്കാൻ പറ്റും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ലക്ഷ്യത്തെ പറയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാം. അതെന്താ? സുഖം വേണം. ശരിയല്ലേ? ആർക്കെങ്കിലും സുഖം വേണ്ടാന്ന് ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് സുഖം വേണ്ട എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അഥവാ എനിക്ക് ദുഃഖം വേണം,
ആരും ആഗ്രഹിച്ചിട്ടുമില്ല, ആഗ്രഹിക്കുകയില്ല. അപ്പൊ കുറച്ച് മുമ്പ് ഒരമ്മ പറഞ്ഞു, ഉണ്ട് സ്വാമി. ആരാ? കുന്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് ദുഃഖങ്ങൾ വേണം. ആരോട്? ഭഗവാൻ ശ്രീകൃഷ്ണനോട്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, അത് തെറ്റാ, അങ്ങനെ പറഞ്ഞിട്ടില്ല. വിപദ സന്തുന ശശ്വത് എന്നാ പറഞ്ഞത്, അല്ലാണ്ട് ദുഃഖം ഭവതുമേന്നല്ല. എനിക്ക് ദുഃഖം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടില്ല, വിപത്ത് ഉണ്ടാവട്ടെ എന്നാ പറഞ്ഞത്. വിപത്തും ദുഃഖവും രണ്ടും രണ്ടാ. എനിക്ക് വിപത്ത് ഉണ്ടാവണം, എന്നാലെങ്കിലും നിന്നെ ആലോചിക്കുമല്ലോ. വിപത്തുക്കൾ ഉണ്ടാവുമ്പോൾ ഭഗവാനെ ഓർക്കുമല്ലോ. അതുകൊണ്ട് വിപത്തുക്കൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് ശരിയാ. ദുഃഖം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കില്ല. കുന്തി അത്ര വിവരമില്ലാത്ത ആളല്ല. എല്ലാവരും സുഖം ആഗ്രഹിക്കുന്നുണ്ട്. ആരുടെ സുഖം? മക്കളുടെ സുഖം, പതിയുടെ സുഖം, പത്നിയുടെ സുഖം എന്നൊക്കെ പറയും. പറയുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം അത് തട്ടിപ്പാ, ശുദ്ധ തട്ടിപ്പാ. എല്ലാവരും ആഗ്രഹിക്കണത് അവനവന്റെ സുഖ. ഇല്ലേ? എന്താ അഭിപ്രായം? ശരിയല്ലേ പറഞ്ഞേ? തെറ്റാൻ തോന്നുന്നുണ്ടോ? ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്, നവാ അരേ പത്യോ കാമായ പതി പ്രിയോ ഭവതി, ആത്മനസ്തു കാമായ പതി പ്രിയോ ഭവതി. അല്ലയോ പ്രിയപ്പെട്ടവളെ, പതിയുടെ കാമത്തിന് ആരും പതിയെ കാമിക്കണില്ല, തൻ്റെ കാമത്തിനാണ് പതിയെ കാമിക്കണത്. നവാ അരേ ജായായൈ കാമായ ജായാ പ്രിയാ ഭവതി, ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭവതി. അല്ലയോ പ്രിയപ്പെട്ടവളെ, പത്നിയുടെ കാമത്തിന് ആരും പത്നിയെ കാമിക്കുന്നില്ല, തൻ്റെ കാമത്തിനാണ് പത്നിയെ കാമിക്കുന്നത്. ഇങ്ങനെ അനേകം എണ്ണി 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 പറഞ്ഞിട്ട് ആത്മപ്രേമമാണ് പരമമെന്ന് ഉപനിഷത്ത് സമർത്ഥിക്കും. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. തൻ്റെ കാമത്തിനായിക്കൊണ്ട് എല്ലാം പ്രിയപ്പെട്ടതാകുന്നു. അപ്പം നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാ? നമ്മളെ തന്നെയാ. ആർക്കാ സുഖം വേണ്ടേ? എനിക്കാ. അതിന് ഞാൻ എന്ത് ചെയ്താലും തിരക്കേടില്ല, അയൽവാസിയെ കൊന്നാലും തിരക്കേടില്ല, അപ്പുറത്തുള്ളവൻ്റെത് മോഷ്ടിച്ചാലും തിരക്കേടില്ല, എന്ത് ചെയ്താലും തിരക്കേടില്ല എന്ന് വ്യക്തിയോ സമാജമോ ചിന്തിച്ചാൽ മറ്റ് വ്യക്തികൾക്കോ സമാജങ്ങൾക്കോ നിലനിൽപ്പുണ്ടാവുമോ? ഉണ്ടാവില്ല. അതെ, അത് ശ്രദ്ധിക്കുക. എനിക്ക് സുഖം മതി, അതിന് ഞാൻ എന്ത് ചെയ്താലും തിരക്കേടില്ല എന്ന് നമ്മൾ വ്യക്തിയോ സമാജമോ ചിന്തിച്ചാൽ ഇതര വ്യക്തികൾക്കോ സമാജങ്ങൾക്കോ നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ സുഖത്തിനായിക്കൊണ്ടുള്ള മനുഷ്യന്റെ യാത്ര ഇന്നിന്നതൊക്കെ ചെയ്യാം, ഇന്നിന്നതൊന്നും ചെയ്തുകൂടാ എന്നുള്ള ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തപ്പെടണം. എങ്കിൽ പറയട്ടെ, അത്തരം മൂല്യങ്ങളുടെ ആകത്തുകയാണ് ധർമ്മം. ജഗതഃ സ്ഥിതി കാരണം. ഈ ജഗത്തിനെ, ലോകത്തിനെ നിലനിർത്തുന്നതിന് കാരണമായ മൂല്യങ്ങളുടെ ആകത്തുക. അത് ചെയ്യരുത് കേട്ടോ, മുത്തശ്ശിമാര് പറഞ്ഞു തന്നു. അത് ചെയ്തോളൂ കേട്ടോ. എന്തേ? ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് നീ ദോഷം വരുത്തരുത്. ചിന്തിക്കുക. അത് വളരെ നിസ്സാരമെന്ന് നമുക്ക് ചെറുപ്പത്തിൽ തോന്നിയതൊക്കെ ആയിരിക്കാം, പക്ഷെ പിന്നെ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ വ്യാപ്തി എത്ര വലുതാന്ന് മനസ്സിലായത്. ചിന്തിക്കൂ. അടുത്ത ഘട്ടത്തിൽ പറയുകയാണ്, ഈ ജഗത്ത് ഇങ്ങനെ നിലനിന്നുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ വ്യക്തിയെ സംബന്ധിച്ച് ധർമ്മം എന്താ? പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതുഹു യഹ സഹ ധർമ്മ. പ്രാണികളുടെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രാണികളാ. പ്രാണനുണ്ട് നമുക്കൊക്കെ. പ്രാണൻ ആർക്കുണ്ടോ അവരൊക്കെ പ്രാണികളാ. ചിലർ പ്രാണി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കണത് ഈ ചെറിയ 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 ചില ജന്തുക്കളൊക്കെ ഈ ഇങ്ങനെ വരുന്നുണ്ട്. ഈ വെളിച്ചമൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവരൊക്കെ പറന്ന് വരും. അതാ പ്രാണി മനസ്സിലാക്കണം. നമ്മളൊക്കെ പ്രാണികളാ. പ്രാണഹ യസ്യ അസ്തി സ പ്രാണി. ആർക്ക് പ്രാണനുണ്ടോ അവൻ പ്രാണി. അപ്പൊ പ്രാണികളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ. അതെങ്ങനെയാ സ്വാമി പ്രാണികളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് അർത്ഥം വരിക? ഇത് ശാസ്ത്രത്തിലാണ് പറഞ്ഞത്. ശാസ്ത്രത്തിൽ മനുഷ്യനാണ് അധികാരി. അപ്പൊ ശാസ്ത്രത്തിൽ പ്രാണി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്.
നമ്മുടെ ജീവിതത്തിലെ സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു, അഭ്യുദയത്തിനും നിശ്രേയസത്തിനും ഒരുപോലെ കാരണം എന്താണോ അതാണ് ധർമ്മം. അപ്പം നമ്മൾ രണ്ട് വാക്കുകൾ ഇവിടെ പഠിക്കണം. ഒന്ന് അഭ്യുദയത്തിന് കാരണം, രണ്ട് നിശ്രേയസത്തിന് കാരണം. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ മേഖലകളിലുമുള്ള ഉയർച്ച. നമ്മൾ സാമ്പത്തികമായി ഉയരണം, നമ്മൾ സാമൂഹികമായി ഉയരണം, നമ്മൾ വിദ്യാഭ്യാസപരമായി ഉയരണം, നമ്മൾ കൃഷിയിൽ ഉയരണം, നമ്മൾ കച്ചവടത്തിൽ ഉയരണം. എല്ലാ മേഖലകളിലും നമ്മൾ സമ്പന്നരാവണം, നിർബന്ധമാണ്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ തുറകളിലുമുള്ള ഉയർച്ചയാണ് അഭ്യുദയം. ഇത് മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ അരുത്. കാരണം പലപ്പോഴും വിശേഷിച്ച് ഹിന്ദു സമൂഹത്തിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഷയമായി ഇത് തീർന്നിട്ടുണ്ട്. പലപ്പോഴും ഈ ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൊക്കെ പലരും വന്ന് പറഞ്ഞു തരും, ഏയ് പണമൊന്നും ആഗ്രഹിക്കരുതേ, പണം ആളെ കൊല്ലിയ, ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല, പണം ആഗ്രഹിക്കാനേ പാടില്ല, എന്തിനാ പണമൊക്കെ. ചിദാനന്ദപുരസ്വാമി ഇവിടെ വന്നു ഗംഭീരമായിട്ട് പ്രസംഗിച്ചു, പണം ആഗ്രഹിക്കരുത് കേട്ടോ, അപകട, പണം ആളെ കൊല്ലിയ. വേണമെങ്കിൽ സംസ്കൃതത്തിൻ്റെ പ്രാഥമിക പാഠം പഠിക്കാതെ അർത്ഥം അനർത്ഥം ഭാവയ നിത്യം എന്നൊക്കെ വ്യാഖ്യാനിക്കും. അർത്ഥം അനർത്ഥം എന്ന് പറയുന്നിടത്ത് അനർത്ഥ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താന്ന് പോലും അറിയില്ല. ആകെ മനസ്സിലാക്കി വെച്ചുള്ള അനർത്ഥം അപകടം എന്നാ. എന്നിട്ട് പറയും ഈ പണം അപകടമാണ് കേട്ടോ. സ്വാമി പ്രഭാഷണമൊക്കെ കഴിഞ്ഞു പോണില്ല. അപ്പോൾ സ്വാമിക്കല്ലേ തിരക്കുണ്ടെന്ന് പറഞ്ഞത്? അതെ തിരക്കുണ്ട്, പിന്നെന്താ സ്വാമി പോവാത്തേ? അല്ല ഞാൻ പോട്ടെ, ഞങ്ങൾ പോയിക്കൂടെ? അല്ല ദക്ഷിണൊന്നും ഇല്ലേ? അല്ല സ്വാമി അല്ലേ ഞങ്ങളോട് പറഞ്ഞേ പണമൊന്നും ആഗ്രഹിക്കരുതെന്ന്? അത് നിങ്ങളോട് പറഞ്ഞല്ലേ. എന്തിനാ സ്വാമി ഇജാതി തട്ടിപ്പ് ചെയ്യണത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത് അഭ്യുദയം വേണം, ജീവിതത്തിൽ അഭ്യുദയം വേണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് മാറി പഠിക്കരുത്, ക്ലാസ് മാറി പഠിപ്പിക്കരുത്. ധർമ്മബോധമില്ലാത്തവർക്ക് വേദാന്തം പഠിപ്പിക്കരുത്. ധർമ്മമാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ധർമ്മത്തിൽ ഉറച്ചിട്ടേ വേദാന്ത സൗധത്തിലേക്ക് കയറാൻ പറ്റൂ. ഇന്നലെ ശിവരാത്രി ആയിരുന്നു. മിക്ക ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ഇന്നലെ നമ്മൾ ധാരയൊക്കെ നടത്തിയിട്ടുണ്ടാവും ഇല്ലേ? മിക്ക ക്ഷേത്രങ്ങളിലും. എന്താ ധാര നടത്തുമ്പോൾ ചൊല്ലണ മന്ത്രങ്ങൾ? പ്രധാനമായിട്ട് ശ്രീരുദ്രം. രുദ്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ മുഖ്യമായി രണ്ടാണ്. ഒന്ന്, ഈ പ്രപഞ്ചത്തിലെ സമസ്ത പ്രതിഭാസങ്ങളെയും ഭഗവാന്റെ ചമൽക്കാരങ്ങളായി മനസ്സിലാക്കി നമിക്കാനുള്ള മനോഭാവം. എല്ലാത്തിനെയും നമിക്കുക, അതാണ് നമകം നൽകുന്ന സന്ദേശം. നമിക്കുക. പണ്ഡിതനെ നമിക്കണം, പാമരനെ നമിക്കണം, ധനികനെ നമിക്കണം, ദരിദ്രനെ നമിക്കണം. 2 കാലുള്ളവയെ നമിക്കണം, 4 കാലുള്ളവയെ നമിക്കണം, അനേക കാലുകളുള്ളവയെ നമിക്കണം. ഒക്കെ മന്ത്രങ്ങളുണ്ട്. എന്നല്ല അത്രയ്ക്ക് വേണോന്ന് നമുക്ക് തോന്നിപ്പോവും. കള്ളന്മാരെ നമിക്കുന്നു, കൊള്ളക്കാരുടെ നാഥനെ നമിക്കുന്നു. സ്തേനാനാം പതയേ നമ, തസ്കരാണാം പതയേ നമ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ കഥ? അവിടെ നല്ലത് ചീത്ത എന്ന മനുഷ്യകൽപ്പിതമായ ഭേദമില്ല. ഗുണദോഷ ഭാവങ്ങൾ അതിക്രമിക്കപ്പെട്ടു. സകലത്തെയും നമിക്കാൻ ശീലിക്കുന്നു, സകലത്തെയും. അതോടൊപ്പം ചമകം പ്രധാനമാണ്. ചമകം എന്നുള്ളത് ച മേ ച മേ ച മേ എന്നതാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പണം വേണം, എനിക്ക് സ്വർണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് പരുത്തി വസ്ത്രം വേണം, എനിക്ക് കമ്പിളി വസ്ത്രം വേണം, എനിക്ക് പട്ടുവസ്ത്രം വേണം, എനിക്ക് ആന വേണം, കുതിര വേണം, മക്കള് വേണം, മക്കള് വേണം, മക്കള് വേണം, രത്നങ്ങൾ വേണം. എന്തൊക്കെയാ വേണ്ടാത്തത്? 300-ലധികം പ്രാർത്ഥനകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇന്നിപ്പോൾ നമ്മളൊരു ഒരു രണ്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനോട് പുതിയൊരു ചമകം ഉണ്ടാക്കിക്കോളൂ പറഞ്ഞാൽ നിശ്ചയമായിട്ടും ആ കുട്ടി എനിക്ക് ഒരു സ്മാർട്ട് ഫോൺ വേണം, ഇല്ലേ? ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഫോൺ വേണം, എനിക്ക് ലാപ്ടോപ്പ് വേണം എന്നൊക്കെ പറയും. പറഞ്ഞോട്ടെ, അതിനെന്താ കുഴപ്പം? ഏറ്റവും അധികം അതിൻ്റെ ഉള്ളിൽ കപ്പാസിറ്റി ഉള്ളത് തന്നെ വേണമെന്ന് അവൻ പ്രാർത്ഥിക്കും. ഇത്ര GB വേണം, ആയിക്കോട്ടെ. ചെറുപ്പത്തിലെ വേണം വേണം വേണമെന്ന് പ്രാർത്ഥിച്ച ഒരാൾക്ക് മടിയനായി, മന്ദനായി, അലസനായി ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം മനുഷ്യ സമൂഹത്തെ നല്ലപോലെ അധ്വാനിച്ച് സമ്പത്ത് നേടാൻ പ്രേരിപ്പിക്കുകയാണ്. ഇത് മറക്കരുത്. അഭ്യുദയം വേണം. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ ഉയരണം. ഒരു കൃഷിക്കാരൻ നല്ല കൃഷിക്കാരനാവണം, ഒരു കച്ചവടക്കാരൻ നല്ല കച്ചവടക്കാരനാവണം, ഒരു വ്യവസായി നല്ല വ്യവസായി ആവണം, ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാവണം. എല്ലാ മേഖലകളിലും നമ്മൾ ഉയരണം. സമ്പത്ത് ആർജിക്കണം, ഐശ്വര്യം നേടണം. ഈ വിഷയം പ്രധാനമാണ്, ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തുള്ള വിഷയത്തിൽ അത് പരാമർശിക്കുന്ന മന്ത്രം തന്നെ വരുന്നുണ്ട്. അതപ്പോൾ വിസ്തരിച്ച് പറഞ്ഞോളാം. ഭൂത്യൈന പ്രമദിതവ്യം എന്ന് വ്യാഖ്യാനിക്കുമ്പം പറയാം. ഏതായാലും ഇപ്പം ഇത്ര മാത്രം പറയട്ടെ, ജീവിതത്തിൽ അഭ്യുദയം നേടണം, ജീവിതത്തിൽ ലക്ഷ്യബോധം വേണം, സമ്പത്ത് ആർജിക്കണം. ഇത്രയും പറഞ്ഞപ്പോഴാണ് അടുത്തത് ചിന്തിക്കണത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ? അതെ, മനുഷ്യരെന്ന് പറയുമ്പോൾ വിശേഷബുദ്ധിയോടൊത്തവരല്ലേ? അതെ. മനു അവബോധനെ എന്നുള്ള ധാതുവിൽ നിന്നാണ് മനുഷ്യ ശബ്ദം ഉണ്ടാവുന്നത്. അവബോധന സാമർഥ്യം, അറിയാനുള്ള സാമർഥ്യമുള്ളവരാണ് മനുഷ്യർ. ഈ മനുഷ്യരായി നമ്മൾ ജനിച്ചു. ഇനി മറ്റു ജന്തുക്കളെ പോലെ ഉണ്ടു ഉറങ്ങിയും കുറെ സമ്പാദിച്ചും മാത്രം കഴിഞ്ഞുകൂടിയാൽ മതിയോ? ഉണ്ണണം, ഉറങ്ങണം, സമ്പാദിക്കണം ഒക്കെ വേണം. പക്ഷെ അത് മാത്രം മതിയോ? പോരാ. പിന്നെ ആത്യന്തികമായ ദുഃഖ നിവൃത്തിയിലേക്ക് എത്തണം, പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണം, എല്ലാവിധ പാരതന്ത്ര്യങ്ങളെയും അതിക്രമിക്കണം. അതിന് ശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് നിശ്രേയസം. അപ്പൊ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും ഒരുപോലെ കാരണം എന്താണോ അതാണ് ധർമ്മം. അപ്പൊ നോക്കൂ, ശങ്കരാചാര്യസ്വാമികൾ ധർമ്മം എന്തെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. ജഗതഃ സ്ഥിതി കാരണം, ഈ ജഗത്തിൻ്റെ ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണവും പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു, പ്രാണികളുടെ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും കാരണവും എന്തോ അതാണ് യഹ സഹ ധർമ്മം. ഇങ്ങനെയുള്ള ധർമ്മം എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ടത്? ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ആശ്രമ വ്യവസ്ഥയെക്കുറിച്ച് ഓർക്കണം. ആശ്രമ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യ ഘട്ടം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഘട്ടമാണ്. വിദ്യാഭ്യാസം മരണം വരെ വേണം. പഠിച്ചു കഴിയുന്നില്ല, ആരും പഠിച്ചു കഴിയുന്നില്ല. എങ്കിലും പ്രായേണ പഠിക്കലിന് പ്രാധാന്യം കൊടുക്കുന്നത് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ്, വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടം. വിദ്യാർത്ഥി, വൈദികമായി വിദ്യാർത്ഥിക്കുള്ള പേര് പറയാം ബ്രഹ്മചാരി. ബ്രഹ്മം എന്നാൽ വേദം എന്നർത്ഥം. അനേക അർത്ഥമുണ്ട് ബ്രഹ്മത്തിന്, പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം വേദമെന്നാണ്. ബ്രഹ്മ ഇതി വേദ. വേദം പഠിക്കുന്നവൻ വെച്ചാൽ വിദ്യാർത്ഥി, അതാണ് ബ്രഹ്മചാരി. എന്താ പഠിക്കേണ്ടത്? രണ്ടാ പഠിക്കേണ്ടത്. എന്താ ഈ രണ്ടാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എന്തിനാണ് ജീവിക്കണതെന്ന്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിക്കണം, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മാർഗത്തെയും പഠിക്കണം. ഇത് മതി, മൂന്നാമതൊന്നും പഠിക്കണ്ട.
വ്യക്തമായി ജീവിതത്തെക്കുറിച്ച് ഈ രണ്ട് കാഴ്ചപ്പാടുകൾ നേടിയിട്ട് വേണം അടുത്ത ആശ്രമത്തിലേക്ക് കടക്കാൻ. അതെന്താ? ഒന്നുകിൽ സന്യാസാവാം, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമാവാം. അതായത് വിദ്യാർത്ഥിയുടെ കാലഘട്ടത്തിൽ പരമമായ സത്യ സാക്ഷാത്കാരത്തിനുള്ള ദൃഢമായ ഇച്ഛയുണ്ടായി മറ്റെല്ലാം അപ്രസക്തമായി തീർന്നുവെങ്കിൽ അയാൾക്ക് നേരെ സന്യസിക്കാം, അല്ലെങ്കിൽ അയാൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം. സന്യാസത്തിലേക്കാണോ പ്രവേശിച്ചത്? സന്യാസധർമ്മം പാലിക്കണം. എന്നാൽ അങ്ങനെ ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യസിക്കുന്നവര് അനേക കോടി പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ദുർലഭമാണ്. അപ്പോൾ ബഹുസമൂഹത്തിൻ്റെ മുമ്പിൽ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സന്യാസി ധർമ്മമല്ല നമ്മൾ പറയേണ്ടത്, ഗൃഹസ്ഥധർമ്മമാണ്. കാരണം ബ്രഹ്മചര്യം പൂർത്തിയാക്കി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് 99.999% ഉണ്ടാവുക. അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ നേരിട്ട് സന്യസിക്കുന്നത്. അപ്പം അവർക്കത് ഗുരുനാഥൻ രഹസ്യമായിട്ട് അവർക്ക് വേണ്ട ഉപദേശം കൊടുത്തോളും. സമൂഹത്തിന് നൽകേണ്ടുന്ന ഉപദേശം എപ്പോഴും ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ട ഉപദേശമാണ്. അങ്ങനെയുള്ളൊരു ഉപദേശമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഗൃഹസ്ഥ ജീവിതം നയിക്കുമ്പോൾ ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊന്നും ചെയ്യരുത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ, ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കണം എന്നുള്ളത് പോലെ തന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ എല്ലാ കാലവും കഴിഞ്ഞുകൂടാൻ ആരും ആഗ്രഹിക്കരുത്. അതൊരാശ്രമം മാത്രമാണ്. അത് കഴിഞ്ഞ് അടുത്തയിലേക്ക് പോകണം. എപ്പോഴാണ് സ്വാമി പോകേണ്ടത്? അതിനൊരു വഴിയുണ്ട്. വീട്ടിൽ ഒരു കണ്ണാടി വെക്കണം. ഞങ്ങളെ വീട്ടിൽ കണ്ണാടി ഉണ്ടല്ലോ. അതെ, കണ്ണാടിയിൽ ഇടയ്ക്കൊന്ന് നോക്കണം. ജര വന്നോ നര വന്നോ, ഡൈ ചെയ്യാനല്ല. ഡൈ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അത് നിങ്ങളെ ഇഷ്ടമാണ്, വേണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ കണ്ണാടി വെക്കണത് ഈ നമ്മൾ ഡൈ ചെയ്ത് കറുപ്പിച്ചാൽ നമുക്കറിയല്ലോ ഇത് വെളുപ്പാണോ കറുപ്പാണോ എന്നുള്ളത്. ഇത് വെളുക്കണുണ്ടെങ്കിൽ, അതുപോലെ തൊലിയൊക്കെ നോക്കുമ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, കുറച്ചൊക്കെ ചുക്കി ചുളിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, യഥാ പശ്യേത് വലീപലിതമാത്മന, വലീപലിതം ജരയും നരയും അഥവാ അപത്യസ്യ ച അപത്യം പുമാൻ, സന്താനത്തിന് സന്താനം ഉണ്ടായി കണ്ടാൽ, ശ്രദ്ധിക്കണേ, ഇത് കാണാൻ വിരോധമുള്ളതുകൊണ്ട് സന്താനത്തിന് കല്യാണം കഴിപ്പിക്കാതിരിക്കരുതേ. ഏതായാലും മനു തൻ്റെ സ്മൃതിയിൽ പറയുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന്, ദേഹത്ത് ജരാനര ബാധിച്ചാൽ, രണ്ട്, മക്കൾക്ക് മക്കളായാൽ എന്താ വേണ്ടത്? തത്തോ വനമിയാത് ന പുനരിയാത്, കാട്ടിലേക്ക് പോയിക്കൊള്ളണം, തിരിച്ചു വരരുത്. വാനപ്രസ്ഥാശ്രമം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കാട്ടിൽ നമ്മളെ കയറ്റു ആരെങ്കിലും? ഇല്ല. നമ്മളൊക്കെ ഈ നാട് മുഴുവൻ ഓടി നടന്ന് ഇതൊക്കെ പറയണത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കുറച്ചു കാലം കാട്ടിൽ കഴിഞ്ഞോണ്ടാ, അല്ലാതെ വേറൊരു കാരണം കൊണ്ടും അല്ല. കുറച്ചു കാലം കാട്ടിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഈ നാട്ടിലിങ്ങനെ ഓടി നടക്കണത്. പക്ഷേ ഇന്നിപ്പോൾ പറ്റില്ല, ഇന്നിപ്പോൾ കാട്ടിൽ താമസിപ്പിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ വാനപ്രസ്ഥാനത്തായി വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഗാർഡ് അപ്പം തന്നെ മടക്കി പറഞ്ഞയക്കും. കാരണം ഒന്ന്, റിസർവ് ഫോറസ്റ്റിൻ്റെ പോളിസികൾക്കനുസരിച്ച്, രണ്ട്, ഈ മാവോവാദികളൊക്കെ വന്ന് തമ്പടിച്ചത് കൊണ്ട് ഒരു കാട്ടിലും നമ്മളെ താമസിപ്പിക്കാൻ പോണില്ല. അപ്പം എന്താ ചെയ്യുക സ്വാമി? അതുകൊണ്ടാണ് ഞാൻ വാനപ്രസ്ഥാശ്രമം വേണ്ടാന്ന് വെച്ചത്. ഒരു കാട്ടിലേക്കും പോണ്ട. പിന്നെ എന്ത് മതി? അവനവൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ മതി. ഒന്നിൽ ഇടപെടരുത്. ഞാൻ അവിടെ വെച്ച നീ എന്താ അങ്ങോട്ട് വെക്കാൻ എന്നൊന്നും ചോദിച്ചേക്കരുത്. എന്താണോ പുതിയ തലമുറ ചെയ്യണത് അത് അംഗീകരിച്ച് ആദരിച്ച് ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടുക. എന്തേ കാരണം? നോക്കൂ, വന്നാ പോണ്ടേ? അല്ല, വേണ്ടാന്ന് അഭിപ്രായം ഉണ്ടോ? വന്നാ പോണ്ടേ? വേണം.
പോകുമ്പോൾ ഒരു തയ്യാറെടുപ്പ് ആദ്യമേ നടത്തിയാൽ നല്ലതല്ലേ? ചില ആൾക്കാർ ഈ ദൂരെ യാത്രയൊക്കെ പോകാനുണ്ടെങ്കിൽ വീട്ടിലാകെ അസ്വസ്ഥതയും ബഹളവും. നീ എവിടെ, പാൻസ് എവിടെ വെച്ചു, ഷർട്ട് എവിടെ വെച്ചു, പെട്ടി എവിടെ വെച്ചു, അതെവിടെ വെച്ചു, ഇതെവിടെ വെച്ചു, അത് കാണില്ല, അത് കാണില്ലല്ലോ, ആകെ ബഹളാവും ചില വീട്ടിലൊക്കെ. അവസാനം ടിക്കറ്റ് എടുക്കാൻ മറക്കുകയും ചെയ്യും പോകുമ്പോൾ. എന്നാൽ ചില ആൾക്കാരുണ്ട്, അല്ല നിങ്ങൾക്കല്ലേ ഇന്ന് അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞ്, അതെ, പിന്നെന്താ അതിൻ്റെ ഒരു കൂട്ടവും കാണുന്നില്ലല്ലോ, സമയമാകുമ്പോൾ ഞാനവിടെ ഇറങ്ങിക്കോളാം, അതൊന്നും തയ്യാറെടുക്കണ്ടേ, ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ. എന്തൊരു സുഖാന്ന് ആലോചിച്ച് നോക്കൂ ജീവിതം. എന്തൊരു സുഖമായിട്ടിരിക്കുക, സുഖമായിട്ട് പോവുക ഇല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖ. അതിനൊരു തയ്യാറെടുപ്പൽ ആവശ്യ. ഈ രാവിലെ അന്ധകാരം നാകെ ഇരുട്ട് മൂടിയ കിഴക്കൻ ഭാഗം പതുക്കെ 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 ഒരു ചെമന്ന അരുണിമയാർന്ന വെളിച്ചം വന്നു. അതെ, നല്ല ചുമപ്പ്. പതുക്കെ പതുക്കെ അതിൻ്റെ മധ്യത്തുനിന്ന് ബാലസൂര്യൻ എന്ന് പറയാൻ വയ്യ, ശിശു ആയിരിക്കുന്ന സൂര്യൻ അങ്ങനെ വരിക. ശരിക്കും രക്തഛായയോടുകൂടി അമ്മയുടെ യോനി ദ്വാരത്തിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെയുള്ള വരവ് കാണുമ്പോൾ അതുവരെ അടക്കി പിടിച്ച ചുറ്റുപാട് മുഴുവൻ ഊർജ്ജസ്വലമായി. പക്ഷികൾ കരയാൻ തുടങ്ങി. നമ്മുടെ ഭാഷയിലാ കരയുക, അവർ കരയല്ല, പാടുക, സന്തോഷിക്കാൻ തുടങ്ങി. എല്ലാവരും വ്യാപാരങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങി. അതുവരെ അടക്കി പിടിച്ചതൊക്കെ മാറി നല്ല ഊർജ്ജസ്വലമായി ചുറ്റുപാട്. എന്തൊരു ചന്ത അവനെ കാണാൻ. ഓ, ആര് കണ്ടാലും ലാളിക്കും, ഒന്ന് ഓമനിക്കും. പക്ഷേ കാണെ നോക്കാൻ വയ്യാതായി. എന്തൊരു തേജസ്സാ, നോക്കാൻ വയ്യ. പിന്നെ കത്തി ജ്വലിക്കുക. യവനാണോ കുറച്ചു നേരത്തെ ഇത്രയും ഓമനത്വത്തോടു കൂടി നിന്നത്? തിരിച്ചറിയാൻ പറ്റണില്ല. ഇപ്പം എല്ലാം ജ്വലിക്കുക, നോക്കാനേ വയ്യ. യൗവനത്തിന്റെ തിളപ്പാ. ആരെയും കണ്ട പോലും തിരിച്ചറിയില്ല. എന്നെ പോലെ ആരടാ എന്ന മട്ടില. അങ്ങനെ ഉച്ചിയിലെത്തിയിട്ടുവോ? ഉച്ചിയിലെത്തിയാൽ ഉറപ്പാ ചെരിയാൻ തുടങ്ങി. കുറച്ചു നേരം കൂടി ആ പ്രതാപമൊക്കെ ഉണ്ടാവും. ഒരു 3 കഴിയുമ്പോഴത്തേക്ക് നല്ലോണം ചെരിയാൻ തുടങ്ങി. അങ്ങനെ ചെരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചുമപ്പല്ല, മഞ്ഞയാ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ചുമപ്പ് കലർന്ന മഞ്ഞയാ, അഗ്നിയുടെ വർണ്ണം. ആ രക്തഛായയോടുകൂടി ജനിച്ച ബാലസൂര്യൻ, ശിശു സൂര്യൻ ഇപ്പോൾ ആ പട്ടടയിലേക്ക് ചായാണ്. ശരിക്ക് ശ്മശാനത്തിലെ അഗ്നിയുടെ വർണ്ണത്തിൽ അവൻ അങ്ങനെ താഴുക. എല്ലാവരുടെയും കഥ തന്നെയല്ലേ? അല്ലാന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? എന്താ നമുക്ക് എനിക്ക് വേണ്ട, പോണ്ട എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പോണം, പോയേ മതിയാവൂ. ഇരിക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കുക. തനിക്കും സന്തോഷം, ചുറ്റുപാടും സന്തോഷം. പോകുമ്പോഴും സന്തോഷമായിട്ട് പോവുക. തനിക്കും സന്തോഷം, മറ്റുള്ളവർക്കും സന്തോഷം. എന്തൊരു സുഖ ജീവിതം. അതിനൊരു തയ്യാറെടുക്കൽ ആവശ്യ. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം എല്ലാ കാലത്തേക്കുള്ളതല്ല. വാനപ്രസ്ഥത്തിലേക്ക് പോവുക മാത്രമല്ല, ഈ സമൂഹ യന്ത്രത്തെ മുന്നോട്ട് നയിക്കേണ്ടത് യുവസമൂഹമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പ്രസ്ഥാനക്കാരും ശ്രദ്ധിക്കണം, എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാരും ശ്രദ്ധിക്കണം, എല്ലാ ആശ്രമക്കാരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഏത് കമ്മിറ്റിക്കാരും. കാലം കഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു ശൂന്യത വരരുത്. എല്ലാ കാലവും ഞാൻ തന്നെ പ്രസിഡന്റ്, എല്ലാ കാലവും ഞാൻ തന്നെ സെക്രട്ടറി, എല്ലാ കാലവും ഞാൻ തന്നെ ട്രഷറർ. കാറ്റ് പോകുമ്പോൾ എന്താ ഉണ്ടാവുക? പുതിയ തലമുറ ഏറ്റെടുക്കാനുണ്ടാവില്ല. പുതിയ തലമുറയെ പാകപ്പെടുത്തണം. അവർ ചെയ്യണത് മാറിയെന്ന് നോക്കണം. സന്തോഷമായി, ധന്യായി, അവർ നന്നായി കൊണ്ടുപോകും കേട്ടോ. അതെ, വാനപ്രസ്ഥാശ്രമം. അതും കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെയും നോക്കണ്ട. നോക്കണ കാലമൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് മാത്രം സന്തോഷമായിട്ടുള്ള തിരിച്ചുപോക്ക്. തന്നിൽ, തൻ്റെ സ്വരൂപബോധത്തിൽ ആനന്ദിച്ച് കഴിയുന്ന അവസ്ഥ. അതാണ് സന്യാസം.
ഇങ്ങനെ 4 ആശ്രമങ്ങളായിട്ടാണ് ജീവിതത്തെ ഋഷീശ്വരന്മാർ വിഭാവന ചെയ്തിട്ടുള്ളത്. അതിൽ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ, വിശേഷിച്ച് സമൂഹത്തിൽ പറയുമ്പോൾ നമ്മളേറെ വർണ്ണിക്കേണ്ടത് ഗൃഹസ്ഥാശ്രമധർമ്മമാണ്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു വിഷയം ശ്രദ്ധിക്കാൻ പോകുന്നത്. നാളെ മുതൽ കൃത്യസമയത്തിന്, നമ്മുടെ സമയം 5:45 മുതൽ 7:45 വരെയാണ്. 5:45 എന്ന് പറഞ്ഞാൽ 5:45, 6 കേട്ടോ, 6:10 5:40, അല്ലെങ്കിൽ ഇപ്പോഴേ തീരുമാനിക്കണം 5:45 വേണ്ട സ്വാമി, ഞങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് വരാൻ 6 അപ്പോൾ 6:15 ആക്കണം എന്ന് പറയും, 6:15 6:30 ആക്കണം എന്ന് പറയും. അത് വേണ്ട. അപ്പോൾ 5:45 എന്ന് പറഞ്ഞാൽ 5:45, തീരണത് 7:45 എന്ന് പറഞ്ഞാൽ 7:45, 46 ആവാൻ പാടില്ല. കൃത്യനിഷ്ഠ ജീവിതത്തിൽ മുഖ്യമാണ്. ജീവിതത്തിൽ ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് രാവിലത്തെ ഉദയം ഒന്ന് കാണണമെന്ന് ഇവിടെ ആർക്കെങ്കിലും വിചാരിച്ചാൽ സാധിക്കുമോ? ഇല്ല. ഇനി നാളത്തെ ഉദയമല്ലേ നാളെ കാണുന്നത്, ഇന്നത്തെ കഴിഞ്ഞു പോയില്ലേ. ഒരു നിമിഷം പോലും തിരിച്ചു വരില്ല, ഒരു നിമിഷം പോലും. അതുകൊണ്ട് സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വ്യർത്ഥമായ ഒരു നിമിഷവും കളയരുത്, ഒരു ക്ഷണവും കളയരുത്. അവർക്ക് മാത്രമേ ജീവിതത്തിൽ ഏത് മേഖലയിലായാലും വിജയിക്കാൻ സാധിക്കൂ.